മടുത്തൊരു ദിവാര. ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയുണ്ടായിട്ടും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഓർക്കുമ്പോ മടുത്തല്ലോ. ഈ നാട്ടിൽ ഭരണം നടക്കരുതെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന തന്റെ നേതാക്കളുടെ യുക്തിയാ എനിക്ക് മനസ്സിലാകാത്തത്. യുക്തിയല്ല സാർ, അഹങ്കാരം, ധാഷ്ട്യത, അവനവൻ പറയുന്നതാണ് ശരിയെന്ന് കരുതുന്ന വിവരമില്ലായ്മ. അവരുടെ ആ വിവരമില്ലായ്മയ്ക്ക് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് സാർ അങ്ങയുടെ ഈ മുഖ്യമന്ത്രി കസേര. അതിൽ വെറുതെ കയറിയിരുന്ന് പേടിച്ചാ പോരാ, ഭരിക്കണം. അങ്ങ് ഭരിച്ച് കാണിച്ചു കൊടുക്കണം സാർ. ഇവിടത്തെ 3.5 കോടി ജനങ്ങൾ നമ്മൾ 140 പേരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി ഭരണം നടത്താനാണ് സാർ. കഴിഞ്ഞ 50 വർഷമായി നമ്മളിവിടെ മാറി മാറി ഭരിക്കുകയല്ലേ, ജനങ്ങൾ എന്തെന്നറിയാതെ, അവരുടെ ആവശ്യങ്ങൾ എന്തെന്നറിയാതെ. എന്നിട്ടും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു പരിഭവമോ പരാതിയോ ഇല്ലാതെ അവർ നമ്മളെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കുകയല്ലേ. പകരം അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് സാർ ചെയ്യുന്നത്? താൻ പറഞ്ഞൊക്കെ സത്യമാണ്. പക്ഷെ എന്റെ ഈ അവസ്ഥ താൻ കാണുന്നില്ലേ? എന്തവസ്ഥ? സാർ ആരെയാണ് ഈ പേടിക്കുന്നത്? നാടിനും നാട്ടാർക്കും വേണ്ടാത്ത മുത്തച്ഛനെയോ, അതോ ജനങ്ങൾ എന്തെന്നും ജനാധിപത്യം എന്തെന്ന് പോലും അറിയാത്ത സാറിന് അണികളെയോ? ആരെയാണ് സാർ ഈ പേടിക്കുന്നത്? ഇങ്ങനെ കാലെ ചുറ്റി വഴിമുടക്കുന്നവനെയൊക്കെ ചവിട്ടി എറിയണം സാർ, എന്നിട്ട് ഭരിച്ചു കാണിച്ചു കൊടുക്കണം. നമുക്ക് സമാധാനം ജനങ്ങളോട് പറഞ്ഞാൽ മതിയല്ലോ. ഈ നാട് ഭരിക്കേണ്ടത് കാലഹരണപ്പെട്ട പാർട്ടികളോ പാരമ്പര്യം അവകാശപ്പെടുന്ന നേതാക്കളോ അല്ല. ഇതുപോലുള്ള ജനങ്ങളെ അറിയുന്ന, അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന ജനകീയ യോദ്ധാക്കളാണ് ഈ നാട് ഭരിക്കേണ്ടത്.